ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റർ മൈൻഡ്സ്. നമുക്കിന്ന് ട്രിഗ്നോമെട്രിക് ടേബിൾസ് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് എഴുതാൻ പഠിച്ചാലോ? ഓക്കെ, അതിനുള്ളൊരു ട്രിക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ടേബിൾ ഇതേപോലെ വരച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ്റെ മാത്രം ആദ്യം എഴുതിയെടുക്കാം കേട്ടോ. അതായത് റൂട്ട് 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത 30യുടെ താഴെ റൂട്ട് 1നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റൂട്ട് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റൂട്ട് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് റൂട്ട് 4/2 എഴുതാം. ഓക്കെ, അതായത് റൂട്ട് 0/2 എന്താണ്? 0/2 ഇസ് 0 ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് ഇസ് റൂട്ട് 1/2. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് 1/2 എന്ന് എഴുതാം. അടുത്തത് റൂട്ട് 2/2 ആണ്. ഓക്കെ, നമുക്ക് 2നെ എന്തായിട്ട് എഴുതാം? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണല്ലേ 2. അപ്പം എന്തെഴുതാം? മുകളിലത്തെയും താഴത്തെയും റൂട്ട് 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് കിട്ടുക 1/√2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് 3/2 തന്നെയാണ്, അതിന് ചേഞ്ച് ഒന്നുമില്ല. ലാസ്റ്റിലെത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് 4/2 ആണ്. റൂട്ട് 4 എന്ന് വെച്ചാൽ 2 തന്നെയാണ്. അപ്പോൾ 2/2 ഇസ് 1. അപ്പം ഇത് ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾക്ക് കിട്ടേണ്ട വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സൈനിൻ്റെ എല്ലാ വാല്യൂസും. സൈൻ 0 0, സൈൻ 30 ഈസ് 1/2, സൈൻ 45 ഈസ് 1/√2, സൈൻ 60 ഈസ് റൂട്ട് 3/2 and sin 90 is sin 60 is root 3/2 and sin 90 is 1 itself. ഓക്കെ, അടുത്തൊന്ന് നമ്മൾ എഴുതേണ്ടത് കോസിൻ്റെ വാല്യൂസ് ആണ്. കോസിൻ്റെ വാല്യൂസ് എഴുതുമ്പോൾ ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ എഴുതണം എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. അതായത് ഫസ്റ്റ് നമ്മൾ sin 90യുടെ വാല്യൂ 1 അല്ലേ, അതാണ് കോസ് 90ക്ക് വരിക. കോസ് 0ക്ക് വരിക. ദെൻ നെക്സ്റ്റ് ഇസ് റൂട്ട് 3/2. നെക്സ്റ്റ് ഈസ് 1/√2, 1/2 ആൻഡ് 0. ആൻഡ് ലാസ്റ്റ് വൺ ആണെന്ന് പറയുന്നത് ടാൻ ആണ് അല്ലേ. ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ്. നെക്സ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ടാൻ 0 0, ടാൻ 30 1/√3, ടാൻ 45 1, ടാൻ 60 is root 3 and last one ടാൻ 90 is 1/0 which is not defined. ഇത്ര ഈസി അല്ലേ നമ്മൾക്ക് ഈ ട്രിഗ്നോമെട്രിക് വാല്യൂസ്